മിണ്ടാതെ നിന്നത് എന്താ വെച്ചാല് എനിക്കെന്ന് വെച്ചാല് ഒരു വീഡിയോസിന്റെ മുന്നിലും ഒരു ഫോട്ടോസിന്റെ മുന്നിൽ എനിക്ക് ആരെ ഫേസ് ചെയ്യാനും ഒരു പേടിയില്ല. കാരണം വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം എനിക്ക് ഒരാളെ പേടിക്കേണ്ട ആവശ്യമില്ല. നാട്ടിലിറങ്ങാനും എനിക്ക് പേടിയില്ല, മറ്റുള്ളവർ ഫേസ് ചെയ്യാനും എനിക്ക് പേടിയില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പല ന്യൂസ് ചാനലിൽ വന്നിട്ട് കണ്ണൂർ പറശ്ശിനിക്കടവിലെ ഒരു ലോഡ്ജിൽ നിന്നും MDMAയുമായി 2 യുവാക്കളെയും യുവതികളെയും പിടികൂടിയ സംഭവം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. കഴിഞ്ഞ ദിവസം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസായിരുന്നു അത്. ഷംനാദ്, ജംഷീൽ, റഫീന, ജസീന ഈ 4 പേരാണ് എക്സൈസ് പിടിച്ചത്. 4 പേരും കണ്ണൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. ഇതിൽ യുവതികളായിട്ടുള്ള റഫീനയും ജസീനയും പെരുന്നാൾ ആഘോഷിക്കാൻ കൂട്ടുകാരുടെ വീട്ടിൽ പോകുകയാണെന്ന് പറഞ്ഞാണത്രേ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. കൂടെ ഉണ്ടായിരുന്ന യുവാക്കൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവർക്ക് പരിചയമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ യുവതികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം 4 ദിവസം കണ്ണൂരിലെ വിവിധ ലോഡ്ജുകളിൽ മുറിയെടുത്ത് ഈ യുവാക്കളുടെ കൂടെ ലഹരി ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് വാർത്തകൾ പറയുന്നത്. ഒടുവിൽ പറശ്ശിനിക്കടവിലെ ലോഡ്ജിൽ നിന്നും എക്സൈസുകാർ പിടിക്കുന്ന സമയത്ത് 5 ഗ്രാം MDMAയും അത് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളും ഇവരുടെ അടുത്തൊന്നും കണ്ടെത്തിയെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും സംഭവം കേസായി വലിയ വാർത്തയായി. പിടിയിലായ 4 പേരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയും വലിയ ഇതിൽ വൈറലായി. യുവാക്കൾക്കിടയിലെ ലഹരി ഉപയോഗത്തെ കുറിച്ച് വലിയ ചർച്ചകളൊക്കെ നടക്കാൻ തുടങ്ങി. അതിനിടയിലാണ് പിടിയിലായ റഫീന എന്ന പെൺകുട്ടി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ലഹരി ഉപയോഗിച്ചിട്ടില്ല, തന്നെ കുടുക്കിയതാണ് എന്നൊക്കെയാണ് റഫീന പറയുന്നത്. നമുക്ക് എന്തായാലും റഫീനയുടെ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്നും കണ്ടുനോക്കാം. അപ്പൊ വീഡിയോ എല്ലാരും കണ്ടിനെന്ന് വിചാരിക്കുന്നു അല്ലെ? ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ 14 ദിവസം. പിന്നെന്താന്ന് വെച്ചാല് ഒന്നിക്കിൽ എന്റെ പേരിൽ കേസെടുക്കാതെ ഈ വീഡിയോസ് പല ന്യൂസ് ചാനലിൽ ഇട്ടിട്ട് കാര്യമില്ല. ഓക്കെ, റഫീന എന്താന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതായത് MDMA പിടിച്ചെന്ന വാർത്ത വന്നിട്ട് 2 ദിവസം പോലും ആയില്ല, താനിതാ പുല്ലുപോലെ പുറത്തിറങ്ങി. തനിക്കെതിരെ കേസുണ്ടായിരുന്നെങ്കിൽ 14 ദിവസം കഴിയാതെ ജാമ്യം കിട്ടില്ലല്ലോ എന്നാണ് ഇവിടെ റഫീന ഉദ്ദേശിച്ചത്. ശരിയാണ്, MDMA ഒരു അളവിൽ കൂടുതൽ പിടിച്ചാൽ ജാമ്യം പോലും കിട്ടില്ല. പക്ഷെ കുറഞ്ഞ അളവിലാണ് പിടിക്കുന്നതെങ്കിൽ വലിയ സീനൊന്നും ഉണ്ടാവില്ല. 0.5 ഗ്രാമോ മറ്റാണെന്ന് തോന്നുന്നു ഒരാൾക്ക് കൈവശം വെക്കാൻ പറ്റാവുന്ന ലിമിറ്റ് എന്ന് പറയുന്നത്. എന്തായാലും തനിക്കെതിരെ കേസ് എടുത്തിട്ടേ ഇല്ല എന്നാണ് റഫീന പറയുന്നത്. പക്ഷെ റഫീനയുടെ ഈ ആരോപണം എക്സൈസ് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. റഫീന മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നും അവൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്നുമൊക്കെയാണ് എക്സൈസ് പറയുന്നത്. ബാക്കി കേട്ടോക്കാം. പിന്നെന്താ വെച്ചാൽ സർക്കാർ ഇങ്ങനത്തെ കൈക്കൂലൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തിനാ സർക്കാർ ജോലി കൊടുക്കുന്നൊന്നും അതൊന്നും എനിക്കറിയില്ല. എന്തായാലും എന്റെ പേരിലൊരു കേസോ കാര്യങ്ങളോ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം കുറെ ആൾക്കാർ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ജയിലിലാണ്, ഞാൻ അവിടെയാണ് ഇവിടെയാണ്, അങ്ങനെയാന്ന് ഇങ്ങനെയാന്നൊക്കെ. ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉള്ളത്. അല്ല പോലീസുകാരും പിടിച്ചിട്ടില്ല, ഒന്നും പിടിച്ചിട്ടില്ല. പിന്നെ ആ ഫോട്ടോ വന്നത് അവര് കരുതി കൂട്ടി ഒറ്റ കൊടുത്തിട്ട് ഇട്ടതാണെന്നും കൈക്കൂലി കൊടുത്തിട്ട് അത് ഇടിപ്പിച്ചതാണെന്നും പല ന്യൂസ്. തന്നെ ആരോ ട്രാപ്പിലാക്കിയതെന്നാണ് റഫീന പറഞ്ഞു വെക്കുന്നത്. എക്സൈസ് ആരും അതിന് കൂട്ടുനിന്നു, അവര് കൈക്കൂലി വാങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആരാണ് അവളെ ട്രാപ്പിലാക്കിയത് എന്നൊരു ചോദ്യം ഉണ്ടാവും അല്ലെ? ഇവൾ പറയുന്നത് ഇവളുടെ കൂടെ അന്ന് ഇവളുടെ ഫ്രണ്ട്സ് മാത്രമല്ല, ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് എന്നും പറഞ്ഞു വേറെയും കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ലോഡ്ജിൽ 2 മുറികളാണ് ഇവർ എടുത്തിരുന്നതും എന്നും പറയുന്നുണ്ട്. തന്റെ കൂട്ടുകാരാണ് ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നത്. അതിൽ ഒരാളുടെ കയ്യിലുണ്ടായിരുന്ന ലഹരിപ്പൊതിയാണ് എക്സൈസ് പിടിച്ചത്. പക്ഷെ അയാൾ എക്സൈസുകാരെ അറസ്റ്റ് ചെയ്തില്ല, പകരം തങ്ങളെ പിടിച്ചു കൊണ്ടുപോയി. അപ്പൊ ഇയാളും എക്സൈസുകാരും തമ്മിലുള്ള എന്തോ ഒരു ഒത്തുകളിയാണ് എന്നുള്ളതാണ് ഇവൾ പറഞ്ഞു വെക്കുന്നത്. ഈ കാര്യങ്ങൾ ഇവൾ വീഡിയോയിലൂടെ മാത്രമല്ല പറയുന്നത്, മറിച്ച് ഇവളെ ഫോൺ വിളിച്ച സമയത്ത് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ യൂട്യൂബറിനോടും പറഞ്ഞതാണ് ഇതെല്ലാം. ഇവൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ഓഡിയോ ക്ലിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ചിലത് ഞാനിവിടെ പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പൊ ഞാൻ പറയുന്നുണ്ട് കോള് വരുന്നുണ്ട്, കോൾ എടുക്ക് കട്ടാക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവര് തച്ച് പെട്ടെന്ന് പുറത്തു പോയി ഉള്ളിൽ കയറാം. അപ്പോൾ ഷംനാദ് പറയാം എക്സൈസ് വരുന്നുണ്ട്, ഓൻ വാൽക്കളിൽ നിന്നിട്ടുണ്ട്, എക്സൈസ് ആര് വരുന്നുണ്ട് എന്നിട്ട് ഓൻ വാൽക്കളിൽ നിന്ന് ഉള്ളോട്ടേക്ക് വന്നപ്പോൾ തച്ചി വേഗം അതിനിടയിൽ കൂടിയിട്ട് റീനാസ് ഒരു എന്താ പറയുക ഒരു 5 മിനിറ്റ് ഗ്യാപ്പിൽ റീനാസ് ആ റൂമിലേക്ക് കയറിയിരുന്നത്. എന്തോ നമുക്ക് ഡൗട്ട് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിയില്ല. റൂമിലേക്ക് കയറി ഓൻ പുറത്തിറങ്ങിയിട്ടുണ്ടായി റീനാസ്. അപ്പം തന്നെ ഓൻ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ തച്ചി എന്താക്കി, ഈ കണ്ണാടി ഇടുന്ന ഒരു ബോക്സ് ഉണ്ട്, ഈ കൂളിംഗ് ഗ്ലാസ് ഇടുന്ന ബോക്സിൻ്റെ ഉള്ളിലേക്ക് എല്ലാ സാധനം ഇട്ടിട്ട് പുറത്തിറങ്ങിയിട്ട് നൈസായിട്ട് എന്താ പറയുക ഒരു ഫിലിം കാണുന്ന ഫീലായിരുന്നു എനിക്ക്. അവർ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പുറത്തേക്ക് നടക്കലും എക്സൈസ് ആർ ഇതേപോലെ ഈ സൈഡിൽ നിന്ന് ഉള്ളിൽ കയറലും. അപ്പം തന്നെ എല്ലാവരും നമ്മളെ കൂടുതൽ എല്ലാവരും പറഞ്ഞതാ ഒരാൾ പുറത്ത് പോയി, 2 ആൾ പുറത്ത് പോയി. ആര് പുറത്തു പോയി? ഒരാളും പുറത്തു പോയില്ല. നമ്മൾ കണ്ടില്ലല്ലോ. അവരങ്ങനെ തന്നെ പറഞ്ഞു. 10 പേരുണ്ടായിട്ട് വരെ ഒരാൾ പോലും അവരെ ബാക്കിൽ ഓടിയിട്ടില്ല. 50 ഗ്രാം 100 ഗ്രാം അധികം കൊണ്ടുപോകുന്ന ആളെ ബാക്കിൽ ഓടാതെ ഇവർ ഈ ചെറിയ സാധനം ഇവിടുന്ന് കിട്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ പിടിച്ചു കൊണ്ടുകൊണ്ട് എന്താവശ്യമുള്ളവർക്ക്. ഓക്കെ, കേട്ടല്ലോ. ഇതിൽ തച്ചി എന്നൊരാളെ കുറിച്ച് റഫീന പറയുന്നുണ്ട്. ഈ തച്ചിയാണ് എല്ലാത്തിനും സൂത്രധാരൻ എന്നാണ് റഫീന പറയുന്നത്. റഫീനെ വീഡിയോ ഇട്ടതിന് ശേഷം തച്ചി എന്ന് പറയുന്ന ആള് റഫീനോട് ഒരു
കൂട്ടുകാരനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്ര. ഇനി ഈ കേസിന് പിറകെ പോണ്ട, പണി കിട്ടും, 15 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു പോലും. പക്ഷെ എന്തിനു വേണ്ടിയാണ് ഈ തച്ചി എന്ന് പറയുന്ന ആള് റഫീനെയും കൂട്ടുകാരെയും കുടുക്കിയതെന്ന് മാത്രം റഫീനെ പറയുന്നില്ല. പെരുന്നാൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോയി എന്ന് പറയുന്ന ആള് ഈ കണ്ണൂരിന്റെ ഇട്ടാവട്ടത്ത് റൂം എടുത്ത് കൂടിയത് എന്തിനാണെന്നതിനുള്ള ഉത്തരമൊന്നുമില്ല. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വന്തം നാട്ടിൽ തന്നെ റൂം എടുത്ത് നിൽക്കോ? ഇല്ലല്ലോ, മിനിമം ഒരു ഊട്ടി ട്രിപ്പെങ്കിലും അടിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിനൊപ്പം പറയണമെന്ന് തോന്നുന്നു. റെലവെന്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എന്നാലും പറയാം. സിനിമാ നടൻ ഷൈൻ ടോം ചാക്കോ റഫീനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ആ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഈ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പണ്ട് പോലീസ് പിടിയിൽ ആളായാണ് ഷൈൻ ടോം ചാക്കോ. മാത്രമല്ല ഈ അടുത്ത ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തെസ്ലീമ എന്ന് പറയുന്ന യുവതി താൻ ഷൈൻ ടോം ചാക്കോക്കും ശ്രീനാഥ് ബാസിക്കും ഒക്കെ ലഹരി മരുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ റഫീനെയും ഇതുപോലൊരു കാരിയർ ആണോ എന്ന് സംശയിക്കേണ്ടി വരും. കാരിയർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ മയക്കുമരുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളെന്ന് അർത്ഥം. യുവതികളാണ് ഏറ്റവും കൂടുതൽ കാരിയേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല സിനിമാ ഫീൽഡുമായി യാതൊരു ബന്ധവുമില്ലാത്ത റഫീനയെ ഷൈൻ ടോം എന്തിന് ഫോളോ ചെയ്യുന്നു എന്നൊരു ചോദ്യവും ഇതിനോടൊപ്പം നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. സസ്പീഷ്യസ് ആയതുകൊണ്ട് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും റഫീനക്ക് പറയാനുള്ള ബാക്കി കാര്യങ്ങളും കൂടി കേട്ട് നിർത്താം. ഞാൻ ഒന്നും മിണ്ടാതെ നിന്നത് എന്താ വെച്ചാല് എനിക്ക് വെച്ചാല് ഒരു വീഡിയോസിന്റെ മുന്നിലും ഒരു ഫോട്ടോസിന്റെ മുന്നിൽ എനിക്ക് ആരെ ഫേസ് ചെയ്യാനും ഒരു പേടിയില്ല. കാരണം വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം എനിക്ക് ഒരാളെ പേടിക്കേണ്ട ആവശ്യമില്ല. നാട്ടിലിറങ്ങാനും എനിക്ക് പേടിയില്ല, മറ്റുള്ളവർ ഫേസ് ചെയ്യാനും എനിക്ക് പേടിയില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പല ന്യൂസ് ചാനലിൽ വന്നിട്ട് എനിക്കറിയില്ല, എന്നെ എന്റെ കുടുംബക്കാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ അറിയാത്ത ഒരാൾക്കാരും ഇല്ല. എല്ലാവരും ആ വീഡിയോസ് കണ്ടിട്ടുണ്ട്, എല്ലാവരും ഫോട്ടോ കാണുന്നുണ്ട്, എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അപ്പൊ എന്തുകൊണ്ട് എന്നെ എന്തുകൊണ്ട് 14 ദിവസം റിമാൻഡ് ചെയ്തില്ല? MDMA പിടിച്ച ഒരാളെ 14 ദിവസം എന്തുകൊണ്ട് റിമാൻഡ് ചെയ്തില്ല? എന്തുകൊണ്ട് എന്റെ പേരിൽ കേസെടുത്തില്ല? കേസെടുക്കാതെ എന്നെ നാറ്റിക്കാനാണ് ഇവരെ വിചാരം എന്നെങ്കിൽ ഓക്കെ ഫൈൻ, ഞാൻ ഈ സത്യം അറിയുന്നത് വരെ ഇതിന്റെ ബാക്കിൽ തന്നെ നടക്കും. ഇതിൽ ആരൊക്കെ ഉണ്ടായിട്ടുണ്ടോ, എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, ഞാൻ ഇതിന്റെ ബാക്കിലൊക്കെ നടക്കും. അതിനിപ്പോ എന്തെന്നെ വന്നാലും എന്തിനായിക്കോട്ടെ ഇതിന്റെ ബാക്കിൽ നടക്കും. എക്സൈസ് ആരായിക്കോട്ടെ, ഈ പറഞ്ഞ ആയിക്കോട്ടെ, ഞാൻ ഇവർ ആരാണോ തെറ്റുകാര്, ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്തത്? റൂം ലോഡ്ജ് എന്ന് പറയാം, അതൊന്നല്ല, ധർമ്മശാലയിലുള്ള ഒരു പൊളാരിഷ് എന്ന് പറഞ്ഞിട്ടുള്ള പറശ്ശിനിക്കടവുള്ള ഒരു റൂമാണത്. ആ റൂമിന്റെ പേര് പോലും പറയാൻ ഇവർക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നത്? ആ റൂമിൽ എക്സൈസുകാർ വരുന്ന സമയത്ത് ഫുൾ CCTV അവിടെ ഓഫ് ആയിട്ടുണ്ടായിരുന്നു. എന്തിനാ ഓഫ് ആക്കിയത്? അവര് വന്ന് എക്സൈസുകാർ വന്നിട്ട് അതിനുള്ളിൽ കയറിയിട്ട് അവർ തന്നെ ഒരു സാധനം വെച്ച് എടുത്തിട്ടാണ് അവർ ഇന്ന സാധനം കിട്ടിയെന്ന് പറഞ്ഞത്. അവർക്ക് പറയാൻ അവിടെ ഓപ്ഷൻസ് ഇല്ല. ഞാൻ എന്നെ ജയിലിലോ കാര്യങ്ങളോ കൊണ്ടുപോയ എന്റെ ഭാഗത്ത് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, കുറെ ഭാഗം അവരുടെ ഭാഗത്ത് തെറ്റുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇവർ ഇന്നും എന്നെ ഇതാക്കാത്തത്, ഒന്നും നിൽക്കാത്തത്. പക്ഷെ ഇവർക്ക് പരമാവധി വേണ്ടെന്നാ എന്നെ ആൾക്കാരെ മുന്നിൽ നാറ്റിക്കാം, ഇതാക്കാം, ഫോട്ടോസ് ഇട്ട് കളിക്കാം. ഓക്കെ ഫൈൻ, എനിക്ക് ഒരു കുഴപ്പമില്ല. അവരെത്രത്തോളം കളിക്കുന്നു അത്രത്തോളം എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. റഫീന ഭയങ്കര കോൺഫിഡന്റ് ആണ്, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അവൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തായാലും എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിനുള്ളിലുണ്ട്. എനിക്ക് തോന്നുന്നത് 2 മയക്കുമരുന്ന് ലോബികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റിയതാണ് എന്നുള്ളതാണ്. എക്സൈസുകാർക്കൊക്കെ ഈ മയക്കുമരുന്ന് മാഫിയുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവും. മുമ്പ് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായവരുമായിട്ടൊക്കെ ഇവർക്ക് നല്ല കോൺടാക്ട് ഉണ്ടാകും. ഇവരാണ് പിന്നീട് എക്സൈസുകാരുടെ ഇൻഫോമേഴ്സ് ആയിട്ട് മാറുക. അങ്ങനെയാണ് പല മയക്കുമരുന്ന് വേട്ടകളും ഇവിടെ നടക്കുന്നത്. പരസ്പരം ഒറ്റ കേസുകൾ മാത്രമേ ഇവിടെ പിടിക്കപ്പെടാറുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും റഫീനയുടെ കോൺഫിഡൻസിന് പിറകിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ തെളിയുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.